ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. യെസ്, എന്തായാലും കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നതും കാർ ഇല്ലാത്തൊരു വീട്ടിലേക്കും ഇത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. ഞങ്ങൾ കുറച്ച് കാലമായി കാർ മേടിക്കാൻ വേണ്ടി നോക്കി ഇറക്കലുണ്ട്, ഒന്നും സെറ്റായി വരുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ സന്തോഷമായി. ഓട്ടോമാറ്റിക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓടിക്കണം. പിന്നെ ഇത് രണ്ടാഴ്ചക്കുള്ളിൽ ഇത് പക്ക സെറ്റ് അൽത്താഫിന് കിട്ടിയ ബമ്പർ സമ്മാനം അത് മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനം ആവട്ടെ. ഇതൊരു റിയൽ ആണെന്നുള്ളതൊരു യാഥാർത്ഥ്യം ഞങ്ങൾക്കും ബോധ്യമായി, മറ്റുള്ളവർക്ക് കൂടി ബോധ്യമാവാൻ ഈ അവസരം ഉപയോഗിക്കപ്പെട്ടെ. പങ്കെടുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എല്ലാവർക്കും മാക്സിമം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഇത് കാറിന്റെ പുറമെ അത് നിങ്ങൾക്കുള്ളതാണ്. എത്ര ക്ലാസ്സിലെ പഠിക്കുന്നത്? നിലവിൽ എല്ലാ ഗെയിമിലും പങ്കെടുത്തിട്ടുണ്ട്. കാർ വേണോ ഒരു സൂപ്പർ ബൈക്ക് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. പൊളിക്കും മക്കളെ. ഒരു സസ്പെൻസ് സംഗതി ഉണ്ട്. അടുത്ത ആഴ്ച ജൂൺ 1 to ജൂൺ 10 വരെ യെസ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നതേ നമ്മളൊരു ഗിവ് അവേ വെച്ചിരുന്നു. അതായത് 1 വീക്ക് കൊണ്ട് ഹോണ്ട സിവിക്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് ആരാണ് വിന്നറായത്, അല്ലെങ്കിൽ ആർക്കാണ് അത് കിട്ടിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ വണ്ടി കൊടുത്തത് എന്നുള്ള സംശയം ഉണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. കൂടെ ഓരോരുത്തരും നമ്മളോട് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന, സാധാരണ നമ്മൾ ബൈക്കിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്, നിങ്ങളെന്താ കാറിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാത്തത്? യെസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാറ് കളക്ഷനും കാണിച്ചു തരാൻ പോകുന്നുണ്ട്. അതായത് ഒരുപാട് പ്രീമിയം കാറുകളും നോർമൽ കാറുകളൊക്കെ ഉള്ള ഒരു ഷോറൂമും കൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. അതായത് പോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനം കണ്ടോ, ഇവിടെ പോസ്റ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം സെഗ്മെൻറ്റ് ഒരുപാട് വണ്ടികൾ, ഇന്നോവ ആണെങ്കിലും അങ്ങനെ ഒരുപാട് വണ്ടികൾ, ടാറ്റയുടെ ഹാരിയർ, ഫോർച്യൂണർ, അങ്ങനെ ബെൻസ്, BM, ഓഡി, അങ്ങനെ ഒരുപാട് പ്രീമിയം വണ്ടികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ വണ്ടികളും പിന്നെ അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഓഫർ തന്നിട്ടുണ്ട്. അതായത് ഹോണ്ട സിവിക്കിൻ്റെ വിന്നർമാരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടെ നമുക്ക് ഇവിടുത്തെ ഓഫറുകളെയും പരിചയപ്പെടുത്തി തരാം. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിനെയും ഓണർമാരെയും അതുപോലെ തന്നെ ഡെലിവറിയും എവിടെ നിന്നാണ് കസ്റ്റമർ വന്നതും എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഹായ്, സുഖല്ലേ? സുഖല്ലേ? സജിത്ത്, അതുപോലെ തന്നെ തഫ്സീർ, ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. കൂടെ നമ്മളെ ഡെലിവറിക്ക് വരുന്ന നമ്മളെ എറണാകുളത്ത് നിന്ന് വന്നല്ലേ, അവരവിടെ ഉണ്ട് ഇല്ലേ, അവരവിടെ വന്നിട്ടുണ്ട്. അവരെ നമുക്ക് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ഈ പോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്തായാലും നമ്മളെ വീഡിയോ കാണുന്നത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഒരുപാടാണുള്ളത്. ഇന്ന് നമ്മളൊരു കാറിൻ്റെ വിട്ടുകൊടുക്കുകയാണ് അവർക്ക്. അവർ കാറ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ കാറും വാങ്ങട്ടെ. നല്ല ഓഫറിൽ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സെറ്റല്ലേ? സെറ്റാണ്. ഹാപ്പി ആണോ? നമ്മള് ഗീവ് ഒക്കെ കഴിഞ്ഞിട്ട് ഹാപ്പി ആണോ? എല്ലാവരും നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നിട്ട്. നമ്മൾ ഈ ഗീവേന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞോളൂ. നമ്മള് ഫോളോ കൗണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ചോദിക്കാതെ നമ്മൾ അതായത് ഇവർ പോസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ സ്ഥാപനം വെറും 6 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ നല്ല ഗ്രാൻഡായിട്ട് ഒരുപാട് വണ്ടികൾ ഇവിടെ വന്നു, നല്ല സെയിൽ നടത്താൻ കഴിഞ്ഞു. 6 മാസം കൊണ്ട് തന്നെ 100ഓളം ഡെലിവറി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിന് സന്തോഷത്തിലായിരുന്നു നമ്മൾ ഈ ഹോണ്ട സിവിക് എന്ന് പറഞ്ഞ കാറ്. നമ്മൾ 3 ഓപ്ഷൻ നിങ്ങൾക്ക് വെച്ചിരുന്നു അല്ലേ? ഹോണ്ട സിറ്റി, ഹോണ്ട അക്കോർഡ്, ഹോണ്ട സിവിക് എന്നുള്ള 3 വണ്ടി വെച്ചിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നത് ഹോണ്ട സിറ്റി എന്നുള്ള കമൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹോണ്ട സിവിക് ആയിരുന്നു. അപ്പോൾ ഹോണ്ട സിവിക് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു. 1 വീക്ക് കൊണ്ടാണ്, വിത്തിൻ 1 വീക്ക് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഗീവ് അവേ അനൗൺസ് ചെയ്തത്. അതായത് വീഡിയോ വിട്ട് വെറും ഒരാഴ്ച കൊണ്ട് നമ്മളതിൻ്റെ റിസൾട്ട് എടുത്തു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിൽ നമുക്ക് ഫോളോ അക്കൗണ്ടില്ലായിരുന്നു, മറ്റുള്ള ഒന്നുമില്ലായിരുന്നു. നമ്മളിതൊന്ന് കൊടുക്കണം, 4 ആൾ അറിഞ്ഞ് അതൊന്ന് സന്തോഷിപ്പിക്കണം. ഇനി അതല്ല, ഒരുപാട് ഫോളോവേഴ്സ് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ ഒരുപാട് ഫോളോവേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം കാർ തന്നെ അടുത്തത് അല്ലേ? അടുത്തൊരു പ്രീമിയം കാറാണ് നമ്മൾ. അതെ, അടുത്തൊരു പ്രീമിയം കാറാണ് ഇവർ കൊടുക്കുന്നത്. ഫസ്റ്റ് ആയിട്ടാണ് യൂട്യൂബിൽ അല്ലെങ്കിൽ വീഡിയോസിന്റെ മുന്നിൽ ഇവർ നിൽക്കുന്നത്. അതിൻ്റെതായ പ്രീമിയം കാർ വേണോ ഒരു സൂപ്പർ ബൈക്ക് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. പൊളിക്കും മക്കളെ, ഇന്ന് ഒന്ന് ഫുൾ പൊളിക്കും. നിങ്ങളെ അഭിപ്രായം സിവിക്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മൾ കേട്ടോ. നമുക്ക് നേരെ കസ്റ്റമർ എടുത്ത് പോവാം അല്ലേ? എന്ന് പറയണ്ട, ഫസ്റ്റ് ആയിട്ടാണ് ഇവർ ഈ വീഡിയോസിൻ്റെ മുന്നുകളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. വരി സിവിക്ക് നമ്മളെ വണ്ടി ആണ് വണ്ടി കേട്ടോ. നമ്മൾ കൊടുക്കാൻ പോണ വണ്ടി ഹോണ്ട സിവിക് അല്ലേ? നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ വരി നമുക്ക് കസ്റ്റമർ സംസാരിക്കാം. ഇവിടെ ലെവലിൽ അല്ല, ഇങ്ങോട്ട് പുറത്ത് കിടന്നു. വരി ബ്രോ, നിങ്ങൾക്കാണോ കിട്ടി? എനിക്കാണ്. പേരെന്താ? അൽത്താഫ്. അതെ, അൽത്താഫ് നമ്മളെ ലൈവ് റിസൾട്ട് കണ്ടവരെല്ലാവരും അറിയാം. അതായത് നമ്മൾ ഏകദേശം 20,000-ന് മേലെ ലൈവിൽ അന്ന് ആളുകൾ ഉണ്ടായിരുന്നു നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ. വരി ഉപ്പായി ആരൊക്കെ കൂടുതൽ? മാമയുണ്ട്, എല്ലാവരും വരും. ഹലോ, നമ്മളറിയോ? ഓക്കെ, മാമയാണ്. ഓക്കെ, എന്താ പേര്? വരി മുന്നേക്ക് വരി. അഹമ്മദ്. നിങ്ങളെ പേരെന്തേന്? ജബ്ബാർ. അബൂബക്കർ. അബ്ദുള്ള. ഇത് കൈയ്യട്ടെ. ഓക്കെ,
ഷുക്കൂർ അബ്ദുൽ വാഹിദ് അബ്ദുൽ വാഹിദ് വരി ഒന്ന് ഇങ്ങനെ ഇരുന്നോളി ഇവിടെ നിന്നോളി. നമ്മുടെ ഹോണ്ട സിവിക് ഗിവ് അവേ വിന്നറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് അൽത്താഫിന്റെ ഫാമിലിയും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യം 6ഓളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ അൽത്താഫിന്റെ വീട്ടിൽ കാറുണ്ടോ നിലവിൽ കാറില്ല? യെസ്. അപ്പോൾ നമ്മൾ അർഹതപ്പെട്ട നമ്മൾ വീഡിയോയിൽ ആ ലൈവിൽ തന്നെ പറഞ്ഞിരുന്നു നമുക്ക് അർഹതപ്പെട്ട ഒരാൾക്ക് ഇത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ റാൻഡമായിട്ട് ജെനുവിൻ ആയിട്ടാണ് എല്ലാ ഗിവ് അവേ നമ്മൾ നടത്താറ്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ വിന്നറായതും നമുക്ക് കൃത്യമായിട്ട് അർഹതപ്പെട്ട ഒരാൾക്കാണെന്നുള്ളതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളെ ഫാമിലിയിൽ നിങ്ങളെ ഫാദർ ആണെങ്കിലും എന്നോട് പറഞ്ഞത് നമ്മൾ ഇനിയിപ്പോൾ എന്താ ഇതിലേറെ വലിയ ഹാപ്പി എന്താ കിട്ടാനുള്ളത്? അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു കാറ് അല്ലേ, നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഗതി നമുക്ക് അല്ലേ ഒരു സ്ഥാപനത്തിന്റെ കെയർ ഓഫിൽ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഗതി തന്നെയാണ് അല്ലേ. അപ്പോൾ അൽത്താഫ് ഈ നമ്മൾ വീഡിയോ ഒക്കെ കാണല്ലേ ഇതിന് മുന്നേ? തീർച്ചയായും എല്ലാ ഗീവേയിലും പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഗീവ് അവേ വെക്കുന്നത് തന്നെ നമ്മൾ ഇതുപോലെ ആർക്കെങ്കിലും ഞാനൊരു സാധാരണക്കാരൻ ഇന്ന് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്, ഇപ്പോഴും അതുപോലെ തന്നെ ഒരാളാണ്. പക്ഷേ നമുക്കിപ്പോൾ കാറ് വാങ്ങാൻ കഴിയും, ചിലപ്പോൾ ബൈക്ക് വാങ്ങാൻ കഴിയും. പക്ഷേ ഇതിന് മുന്നേ നമുക്കൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു, നമുക്ക് കാറും ബൈക്കും ഒന്നും വാങ്ങാനില്ല, മറ്റുള്ളവർ ഓടിച്ചു പോകുന്നത് കണ്ട് നമ്മളത് കൊതിച്ച് നടക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി നമ്മളൊന്ന് ക്ലിക്കായി നാലാളെ അറിയുന്ന രീതിയിലെത്തി നമ്മൾ പ്രോഗ്രാമിന് വിളിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഈ വണ്ടികളാണെങ്കിലൊക്കെ വാങ്ങാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ നമ്മളെ ആഗ്രഹം ഇതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളെ കെയർ ഓഫിലൂടെ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ, അത് വില കുറച്ചിട്ട് വണ്ടികളായാലും അല്ല ഫ്രീ ആയിട്ട് വണ്ടികളായാലും എങ്ങനെ കൊടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നൊരു ഏറ്റവും വലിയൊരു അംഗീകാരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോം വന്നതിനോട് മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമാണ്. അങ്ങനെ അല്ലാതെ നമുക്ക് മാത്രം പണം സമ്പാദിച്ച് നമ്മൾ മാത്രം വലിയവരാവുക എന്നുള്ളത് മാത്രമല്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഗീവ് അവേ മറ്റുള്ള ഓപ്ഷനുകളൊക്കെ വെക്കുന്നത്. അതുപോലെ തന്നെ പോസ്റ്റലിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനമാണെങ്കിലും 6 മാസം കൊണ്ട് 100ഓളം ഡെലിവറി ചെയ്തതിൻ്റെ സന്തോഷം, അതായത് ഇവർക്ക് മാത്രം കിട്ടിയാൽ പോരാ, നമുക്കും കൂടെ നമ്മളെ പ്രേക്ഷകരും നമ്മളെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന നമ്മളെ വീഡിയോ ഇതുപോലെ ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കൂടി എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് പോസ്റ്റലിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനമാണെങ്കിലും ഈ ഒരു കാറ് ഗീവ് അവേ ചെയ്യാം, ഇങ്ങനെ സ്പോൺസർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് ഹോണ്ട സിവിക് ആണെന്ന് വിചാരിച്ച് പഴയ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് ആരും തള്ളി കളയണ്ട. എന്തായാലും ഒരു വണ്ടി, ഒരു കാറ്, ഒരു സ്ഥാപനം നമുക്ക് ഫ്രീ ആയി തരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റലിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനം നമുക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഓഫ് റോഡൊക്കെ നല്ല വണ്ടികൾ കൊടുക്കൂലേ? തീർച്ചയായിട്ടും അല്ലേ. ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. നമുക്ക് ഇവർ നിങ്ങളെവിടെ സ്ഥലം ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്തി. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ വല്ലം. യെസ്, നമ്മളെ ഗീവ് അവേ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗത്തും കണ്ണൂർ കിട്ടിയിട്ടുണ്ട്, കാസർഗോഡ് കിട്ടിയിട്ടുണ്ട്, കൊല്ലം കിട്ടിയിട്ടുണ്ട്, അതുപോലെ മലപ്പുറം ജില്ലയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് കിട്ടിയിട്ടുണ്ട്, ബൈക്കായിട്ടും കാറായിട്ടും ഫോണായിട്ടും മറ്റുള്ള സംഗതികളൊക്കെ ആയിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇനിയും വെക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ ഈ കാറ് ഏതാണെന്നുള്ളതും കാറിൻ്റെ ഡെലിവറി ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിൻ്റെ വിഷയം കൂടി നമുക്ക് ഉൾപ്പെടുത്താം. പരിപാടിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല പ്രോഗ്രാമാണ്. നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ നല്ല കാര്യമല്ല. വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പം വീട്ടിൽ വന്നിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സിവിക്ക് കിട്ടി, അതിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഫസ്റ്റ് തോന്നിയിരുന്നത്? അതൊക്കെ വെറുതെ പറ്റിക്കാൻ പറയുകയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു? ഒരിക്കലും ഇല്ല. അല്ല, സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു വിന്നറായി പെട്ടെന്ന് ഒരു കാർ നിങ്ങൾക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ കോമൺ ആയിട്ട് ഒരുപാട് ചീറ്റിങ്ങുകൾ പല സ്ഥലത്ത് നടക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഞങ്ങൾ പിന്നെ വീഡിയോ കണ്ടു, സത്യസന്ധമായ രീതിയിലാണ് ചെയ്തത്. സന്തോഷം തോന്നി. വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ എല്ലാവരും കിട്ടൂല എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്, എല്ലാവരും മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കുക. എനിക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കിട്ടും. അതെ, അതാണ് പറയാനുള്ള അൽത്താഫിന്. അതായത് അൽത്താഫ് മാക്സിമം എത്രത്തോളം മെമ്മറിയിലുള്ളത്, എത്രത്തോളം ഗിവേയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും ഇതിന് മുന്നേ? ഞാനൊരു 10 മേലെ ചെയ്തിട്ടുണ്ടാവും. കൂടുതലും ആദ്യം മൊബൈൽ ഐഫോണിലാണ് തുടങ്ങിയത്, പിന്നെ ഇങ്ങനെ ഓരോ വണ്ടികൾ വരുമ്പോൾ എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ആരെങ്കിലും നമ്മൾ ഗിവേയിൽ പങ്കെടുത്തിട്ട് നിങ്ങളെ അതിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല, കിട്ടൂല, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മെൻഷൻ ചെയ്ത് കമന്റ് ഇടുമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ നിന്റെ സുഹൃത്താണെന്നുണ്ടെങ്കിൽ നീ എന്നെ മെൻഷൻ ചെയ്ത് കമന്റ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഒരു വട്ടം ചെയ്യുമ്പോൾ വലിയ പ്രശ്നമുണ്ടാവും, 2, 3, 4 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും അതെ. പക്ഷെ എന്താന്ന് വെച്ചാല് ഇതിൽ നമ്മൾ ഒരു ചെറുവില എനിക്കത് ഒരിക്കലും നമുക്കൊന്നും നേടാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ്. അതായത് അൽത്താഫ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യേണ്ട ചെറിയൊരു കാര്യം ചെയ്തു, അതിലൂടെ നമുക്കൊരു ചെറിയൊരു വമ്പർ സമ്മാനം കിട്ടി ഇല്ലേ? അതാണ് നമ്മൾ ഒരു ചെറു വിരലെങ്കിലും അനക്കാതെ നമുക്കൊന്നും നേടാൻ കഴിയില്ല, അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനൊരു ചാവി കൈമാറുന്നത് ഇത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഗതി. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നിലവിൽ പഠിപ്പ് +2 കളമശ്ശേരി ഐ ടി ഐയിൽ പഠിക്കുന്നത്. അപ്പോൾ ഭാവി ഇനി പഠനങ്ങളൊക്കെ ഉഷാറായിട്ട് എന്തായാലും കേട്ടോ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. യെസ് ഓക്കെ, നോക്കി പിടിച്ചോ.
അപ്പോൾ നമ്മളൊരു വക നമ്മൾ പോസ്റ്റ് ലിങ്കിൻ്റെ വക ഒരു ചെറിയൊരു സമ്മാനം കൂടെ നമ്മൾ ഉപ്പാക്കായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് കാറിൻ്റെ പുറമെ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഇനിയിപ്പോൾ ഉപ്പാക്കാണേലും നിങ്ങൾക്കാണെങ്കിലും എന്താണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ നടത്തിയതിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. ഇനിയും ഇതുപോലെയുള്ള സമ്മാനങ്ങൾ എല്ലാവർക്കും കൊടുക്കാം. ആൾക്കാർക്ക് തന്നെ കിട്ടണം. എല്ലാം സത്യസന്ധമായിട്ടാണ്, യാതൊരു ഫേക്കൊന്നുമില്ല. കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, വളരെ നല്ല രീതിയിൽ ഇനിയുള്ള പ്രോഗ്രാമുകൾ നടത്തി എല്ലാവർക്കും ഇതുപോലെ സമ്മാനം മേടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരണം എന്നുള്ളത് നമ്മൾ ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ പരിപാടിയാക്കി നടത്തിയത് കൊണ്ട് തന്നെ ഇതിൽ കുറേ ആൾക്കാർ പങ്കെടുത്തിട്ട് ഇതിൽ അതായത് കിട്ടാഞ്ഞത് സങ്കടം വരുന്നുണ്ടാവും. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയും പങ്കെടുക്കാം. നമ്മളിത് നിങ്ങൾക്ക് കാണിച്ചില്ല, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് കിട്ടിയതും കൊടുക്കുന്നതും നിങ്ങൾക്ക് കാണിച്ചില്ല ഉത്തരവാദിത്തമാണ്. പലരും പറയും അത് കൊടുത്തിട്ടില്ല, ഇത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് കൊടുത്തത് നിങ്ങൾ പങ്കെടുത്ത ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും മാക്സിമം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും അറിയട്ടെ നമ്മൾ ഈ വണ്ടി ഡെലിവറി ചെയ്തത്. ഓക്കെ, ഈ നല്ല രീതിയിൽ കൊണ്ട് നടക്കുക. എന്തായാലും ഹാപ്പി ആവും. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയണ്ടേ? അല്ല, അൽത്താഫിന് കിട്ടിയ ബമ്പർ സമ്മാനം അത് മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനം ആവട്ടെ. ഇതൊരു റിയലാണെന്നുള്ളതൊരു യാഥാർത്ഥ്യം ഞങ്ങൾക്കും ബോധ്യമായി, മറ്റുള്ളവർ കൂടി ബോധ്യമാവാൻ ഈ അവസരം ഉപയോഗിക്കപ്പെട്ടെ. എന്തായാലും വലിയ സന്തോഷമായി. എല്ലാവർക്കും ഇതുപോലുള്ള നന്മകൾ കിട്ടട്ടെ. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അനുഗ്രഹവും പഠിച്ചും ചെയ്യട്ടെ. എല്ലാ പ്രാർത്ഥനകളോടെ. ആള് നല്ല സ്ട്രോങ് ആണല്ലോ. ഓക്കെ, എനിക്ക് എന്താ പറയാ? താങ്ക് യു പറഞ്ഞോ. ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് കാലമായി കാർ മേടിക്കാൻ വേണ്ടി നോക്കി ഇറക്കലും വേണ്ടി ഒന്നും സെറ്റായി വരുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ടൊരു കിട്ടിയപ്പോൾ സന്തോഷമായി. ഓക്കെ, താങ്ക് യു. എന്തായാലും കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നതും കാർ ഇല്ലാത്തൊരു വീട്ടിലേക്കും ഇത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. നമ്മൾ ആ ലൈവിൽ തന്നെ നമ്മളെ ഉപ്പാൻ്റെയും നമ്മളെ ഉമ്മാൻ്റെയും അല്ലെങ്കിൽ അൽത്താഫിൻ്റെ ഒക്കെ ആ ഒരു സന്തോഷം നമ്മൾ ആ ലൈവിൽ തന്നെ നമുക്ക് കണ്ടിരുന്നു. അത് നേരിട്ട് നമ്മൾ ഫീൽ ചെയ്തതാണ്. നമുക്ക് അതുകൊണ്ടാണ് ഇനിയും നമുക്ക് കൊടുക്കാനുള്ള ആ ഒരു പ്രോത്സാഹനം നമുക്ക് കിട്ടുന്നത്. എന്തായാലും താങ്ക് യു. അപ്പോൾ ഏതായാലും പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി. നമ്മളിനി ഇവിടുത്തെ കാറുകളുടെ ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഷോറൂമിനെ പറ്റിയും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആരാ പെട്ടെന്ന് ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടില്ല ഇതിനു മുമ്പ്. നിങ്ങളോട്ടോ വെള്ളം കൊടുത്തു. വെള്ളം ഓട്ടോമാറ്റിക് കൊടുക്കൂലേ? കയറിയിരുന്നു ഞാൻ പറഞ്ഞുതരാം വാ. ഉള്ളത് മാനുവൽ ഗിയർ ആകുമ്പോൾ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇത് നേരെ പാർക്കിങ്ങിൽ നിന്ന് ഇപ്പോൾ റിവേഴ്സിക്കാണെങ്കിൽ റിവേഴ്സ് ഇവിടെ ഈ ഭാഗം നോക്കിയാൽ മതി. ഡ്രൈവ് മോഡാണ്. ഈ ഡ്രൈവ് മോഡ് ആക്കിയിട്ട പോലെ ഇത് ന്യൂട്രാണ്, ഇത് പാർക്കിംഗ് ആണ്. അങ്ങനെ ഓരോ ഓപ്ഷനാണ്. വേറെ ഒന്നും ഗിയർ വീണോളൂ. ഡീലാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഡീലിട്ടിട്ട് നേരെ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊന്നും വേറെ കുറേ ഒന്നുമില്ല. ബ്രേക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക് നിങ്ങൾ ഏത് കാലോട്ട് പിടിക്കേണ്ടി വരും? ബ്രേക്ക് ഏത് കാലോട്ട് പിടിക്കേണ്ടി വരും? അതായത് സാധാരണ നിങ്ങൾ എങ്ങനെ കാർ വിടല്ലേ അതേപോലെ ആ കാല് ഉപയോഗിക്കാൻ വേണ്ട. ഈ കാല് ലെഫ്റ്റത്തെ കാലില്ലേ ഇതിന് ക്ലച്ച് ഇല്ലാത്തതുകൊണ്ട് ആ കാലം ഉപയോഗിക്കണ്ട. ആ കാലും ഈ കാലുമാണ് വണ്ടി ഇടല്. അങ്ങനെയല്ല, ഈ കാലോട് മാത്രം വണ്ടി ഇടണ്ടേ. ബ്രേക്ക് ആക്സിലേറ്റർ കേട്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കുകയാണ്. അല്ല, ന്യൂട്രൽ ആവണമെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാണ്. ബ്രേക്ക് അടക്കി ബ്രേക്ക് പിടിച്ചിട്ട് മാത്രം വണ്ടി സ്റ്റാർട്ടാക്കല്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് ചെയ്ത് മുന്നിൽ വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അത് സംഗതി സിമ്പിളാണ്. അതായത് ഇത് ബ്രേക്ക് പിടിക്കുക, ബ്രേക്ക് ഈ കാല് മാത്രമേ ഉപയോഗിക്കേണ്ടിയുള്ളൂ. ആക്സിലേറ്റർ ഇത് ഫ്രീ ആണ്. ഈ കാലത്തും ചെയ്യണ്ട. ഓക്കെ, ഇങ്ങനെ സ്റ്റാർട്ടാക്കുക. ബ്രേക്ക് പിടിച്ചിട്ട് സ്റ്റാർട്ടാവുള്ളൂ വണ്ടി. ഇങ്ങോട്ട് ഇനി ഇതിൽ ഇങ്ങനെ ആക്കിയിട്ട് ഡി എന്നുള്ള ഓപ്ഷനിലാക്കുക. എന്നിട്ട് വണ്ടി ഇതാക്കുക, ഹാൻഡ് ബ്രേക്ക് താക്കുക. വണ്ടി വെറുതെ പോകില്ല, ആക്സിലേറ്റർ കൊടുത്താലേ പോകുള്ളൂ മെയിനായിട്ട്. ഇപ്പോൾ നേരെയുള്ള സ്ഥലമായതുകൊണ്ട് മാത്രമേ പോകണം. എന്നിട്ട് ആക്സിലേറ്റർ എടുത്ത് ഇങ്ങനെ പോവാം. ഇവിടുന്ന് നേരെയുള്ള ഇതുണ്ടാവും ഒന്ന് പോകണം. എന്നാൽ എടുത്തോ. ഈ ബ്രേക്ക് മാത്രം പിടിച്ചിട്ട് പോയത്. ഇത് സാധാരണ വണ്ടി ഇടുന്നതല്ലേ, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ ഇനി ബ്രേക്ക് വിട്ടാൽ വണ്ടി പോകും. ഇനി എയിലാജ് വണ്ടി നിർത്തുമ്പോൾ ആക്കിയേക്കണമെന്നൊക്കെ നോക്കണം കേട്ടോ. വണ്ടി എടുത്ത് നിർത്തിയാണ് പോകരുത്. വണ്ടി നിർത്തുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ നോക്കണം. ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതായത് അൽത്താഫ് മാനുവൽ വണ്ടി വിട്ട് ശീലമുള്ളൂ. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ചെറിയ മാറ്റമേ ഉള്ളൂ ഓട്ടോമാറ്റിക്കിൽ, വലിയ റിസ്ക് ഒന്നുമില്ല. ഏതായാലും അൽത്താഫ് ഓട്ടോമാറ്റിക് വണ്ടി ആദ്യമായിട്ട് വിടാണ്. ഏതായാലും ഡെലിവറിൻ്റെ കാര്യത്തിന് ആദ്യമായിട്ട് വിട്ടോട്ടെ എന്ന് വിചാരിച്ചു. ബ്രേക്ക് ലൂസ് ചെയ്യും. ഓക്കെ അതിലിങ്ങനെ പോരും മെല്ലെ കേട്ടോ, മെല്ലെ. ഇനി ബ്രേക്ക് മെല്ലെ പ്രസ് ചെയ്തോ, മെല്ലെ.
ഓക്കെ മെല്ലെ ലൂസാക്ക്. ഓക്കെ 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 കുറച്ച് ഇങ്ങോട്ട് പഠിച്ചു. ഓക്കെ പോവാം. ഓക്കെ ഓക്കെ ഇതാണോ കുറച്ചാണ്ട് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എയിമാവും, പ്രശ്നം ഉണ്ടാവില്ല. ആക്സിലേറ്റർ കൊടുക്കണ്ട, ഒന്ന് അങ്ങോട്ട് ഓടിച്ചോ, അങ്ങോട്ട് ഓടിച്ചോ, ഫുൾ ഓടിച്ചോ. അതിൽ ബ്രേക്ക് ഓട്ടിക്കോ. ഓക്കെ അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നല്ല അഭിപ്രായമാണ്. ഓട്ടോമാറ്റിക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓടിക്കണം. പിന്നെ ഇത് രണ്ടാഴ്ചക്കുള്ളിൽ ഇത് പക്കാ റെഡിയാക്കും. ഓക്കെ അപ്പോൾ ഗിയറിൻ്റെ കാര്യങ്ങളും ജസ്റ്റ് ഞാൻ ഇവരൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാനുവലായിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക് വണ്ടിക്ക് നമുക്ക് ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ഗിയർ നോബും ഉണ്ടാവും, കേബിൾ വെച്ചിട്ട് ന്യൂട്രൽ പാർക്കിങ്ങിലിട്ട്. ഓക്കെ പാർക്കിംഗ് ഉണ്ടാവുള്ളൂ. പിന്നെ പെഡൽ ഷിഫ്റ്റ്, ഇവിടെയാണ് പെഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പഠിച്ചിട്ട് വിടാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ശുക്രാക്കാൻ ആരെങ്കിലും വണ്ടി കയറ്റിയെടുത്ത് ഓയിലെടുത്തോട്ടെ വണ്ടി. ഓക്കെ ഇങ്ങോട്ടാ ഓഫും കട്ട്. അതെന്താണോ ഫസ്റ്റിലൊരു പേടി മാത്രമാണ്, റെഡിയാവും. ഓക്കെ അതിലിങ്ങനെ പോരി ശരി ഓക്കെ അങ്ങനെ അവർ പോയി, ഡെലിവറി ചെയ്ത് അവർ പോയി. അപ്പോൾ കിട്ടാത്ത ആരും വിഷമിക്കേണ്ട, ഇനിയും ഒരുപാട് ഗീവ് വരും, അതുവരെ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കാറുകളുടെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഒരുപാട് പ്രീമിയം കാറുകളുണ്ട്. ഹായ് തുടങ്ങല്ലേ? നമ്മളെ പ്രേക്ഷകർക്ക് എന്താണോ ഇവിടെ ഉള്ള വണ്ടികളൊന്ന് കാണുന്നുണ്ടാവും. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുക്കാം. എന്താണ് കാര്യങ്ങൾ, നല്ല നാക്കുണ്ടോ, പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അതായത് അത്യാവശ്യം പ്രീമിയം വണ്ടികളാണ് ഇവിടെ ഇങ്ങനെ നിരന്നിങ്ങനെ നിൽക്കുന്നുണ്ടോ. പിന്നെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇല്ലേ ഇവിടെ? ഓക്കെ നമുക്ക് ബെൻസ് ഏതാണത് വേരിയന്റ്? 2014 E ക്ലാസ്. 2014 E ക്ലാസ് അല്ലേ? ഇതിന്റെ ഓപ്ഷന് കാര്യങ്ങൾ ഇത് ടോപ്പ് എൻഡ് അവങ്കാർഡ് ആണ്. ഓക്കെ ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഇത് നമ്പർ ആയ വണ്ടി. നമ്മൾ കേരള വണ്ടിയും അതുപോലെ പുറത്തുള്ള വണ്ടികളും എല്ലാ വണ്ടികളും ഉണ്ട്. നമുക്ക് ഏതും കസ്റ്റമർ ചൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ സർവീസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് അതൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും അത് സർവീസ് ചെക്ക് ചെയ്തിട്ടാണോ നമ്മൾ അധികം വണ്ടി എടുക്കാറ്, അതോ മാനുവൽ? എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ വരുന്ന ആണോ? അത് ഇത് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി. റീപ്ലേസ്മെന്റ് ഇല്ലാത്തതാണ് അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. നമ്മൾ 1695 മോഡലാണെങ്കിൽ 2014-15 മോഡൽ. 14-15 മോഡൽ പനോരമിക് സൺറൂഫ് വരുന്ന മോഡൽ. പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ബ്ലാക്ക് വണ്ടിയാണ്. ബ്ലാക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് സിൽവർ കളർ ഒരു ബെൻസ് വരുന്നുണ്ട്. ഇത് ഏതാണ്? എ ക്ലാസ് ആണ്. ബെൻസ് എ ക്ലാസ്. ഓക്കെ നമുക്ക് എത്രയാണ് മോഡൽ വരുന്നത്? 2013 വണ്ടിയാണ്. ഇതിൽ ടോപ്പിന്റെ അല്ല, ഇത് ഇതിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ എത്രയാണ് നമുക്ക് ആസ്കിങ് വരുന്നത്? ഇത് 9.4. സിംഗിൾ ഓണർ ആണോ അതോ ഇവിടെയുള്ള വണ്ടികളൊക്കെ എങ്ങനെയാണ്? ഇത് തേർഡ് ഓണർ ആണ്. ഇത് തേർഡ് ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടികളൊക്കെ ഇല്ലേ? അതുണ്ട് അല്ലേ? ഓക്കെ ഇത് പുറത്തത്തെ വണ്ടിയാണോ അതോ ഇത് UP രജിസ്ട്രേഷൻ വണ്ടിയാണ്? നമുക്ക് NOC കാര്യങ്ങളൊക്കെ എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ നമുക്ക് ആസ്കിംഗ് പ്രൈസ് എത്രയാണ് ചോദിക്കുന്നത്? 9.4. ഒരു 48,000 കിലോമീറ്റർ ഓടി. ഓക്കെ 48. ഇവരെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് മോർ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, വണ്ടിയെ പറ്റി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാട്ടോ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ബെൻസിനാണ്. ഒന്നുകൂടി സൈസ് കൂടിയ മോഡലാണ് അല്ലേ? 2012 B ക്ലാസ് പെട്രോൾ. ഓക്കെ നമുക്ക് പനോരമിക് സൺറൂഫ് വരുന്ന സ്പോർട്ടർ ഓപ്ഷൻ, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 56,000 കിലോമീറ്റർ. അതെ. ഒരു എത്രയാണ് നമുക്ക് ആസ്കിംഗ് വരുന്നത്? ഇത് 8.95. പുറത്തെ വണ്ടിയാണോ? അല്ല, കേരള വണ്ടി. ഒറിജിനൽ കേരള. 8.95. ഓക്കെ അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നോവ, ഒരു വൈറ്റ് ഇന്നോവ എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ് അല്ലേ? ഇത് 2022 ഓട്ടോമാറ്റിക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇന്നോവ ഫാമിലി കാർ. 70,000 കിലോമീറ്റർ ഓടി വണ്ടി. ഓക്കെ 70,000 കിലോമീറ്റർ ഓടിയിട്ട് എത്രയാണ് നമ്മൾ ആസ്കിംഗ് വരുന്നത്? ഇത് 26 രൂപ. 26 ലക്ഷമാണ് വരുന്നത്. പിന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാക്സിമം 90% ഫിനാൻസ്. ഇപ്പൊ ബെൻസ് ആണെങ്കിലും ഓഡി ആണെങ്കിലും അങ്ങനെ ഒരുപാട് എല്ലാ വണ്ടിയും നമുക്ക് ഫിനാൻസ് ചെയ്തു. ഓക്കെ ഇവിടെ ഒരു ബെൻസ് വരുന്നുണ്ട്. ഇതേതാണ് C ക്ലാസ് ആണ്. 2013 C ക്ലാസ്. എത്രയാണ് നമുക്ക്? ഇത് 8.4. ഓക്കെ 8.4 വരുന്നത്. ഇത് അതർ സ്റ്റേറ്റ് ആണ്, HR രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ആയിട്ട് സ്പൾബറിന്റെ പേര് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് മാക്സിമം ചെയ്തു. ഓക്കെ അത് കേട്ടാൽ മതി. ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് അത് പ്രത്യേകം കൊടുക്കണം കേട്ടോ. കൊടുക്കും. ഓക്കെ നെക്സ്റ്റ് വരുന്നത് സെയിം C ക്ലാസ് 2013. വരുന്നത്. ഇവിടെ ഒരു വണ്ടി ഒരു ഓടി വരുന്നുണ്ട്.
എത്രയാണ് നമ്മൾ ഇത് 2015 Q3. Q3 ഓക്കെ എത്രയാണ് 38,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. എത്ര 38,000 കിലോമീറ്റർ. 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളല്ലോ. അപ്പോൾ ഈ ചില ആളുകൾ കസ്റ്റമർ എങ്ങനെയാണത് ഇത് സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം available. എല്ലാം ഉള്ളതാണ് അല്ലേ? ചില ആളുകൾ വണ്ടി എടുക്കും പക്ഷേ അത് അത്ര ഓട്ടം ഉണ്ടാവില്ല കേട്ടോ. കാരണം ചില ആൾക്കാരുടെ അടുത്ത് വേറെ ഉണ്ട് ഇതേപോലത്തെ ഓടിനെ അല്ലെങ്കിൽ ബെൻസ് ഇങ്ങനെ കുറേ വണ്ടികളുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടം കുറവുള്ള ആളുകളുണ്ടാവും. എല്ലാ വണ്ടികളൊക്കെ റയർ ആയിരിക്കും. എല്ലാ വണ്ടിനും സർവീസ് ഹിസ്റ്ററി നമ്മളെ കയ്യിലാണ്. എല്ലാ സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. കോസ്റ്റലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥാപനത്തിൽ നമ്മൾ ഇതുകൊണ്ട് നിർത്തുന്നില്ല കേട്ടോ. നമ്മുടെ സിവിക്ക് ഇപ്പൊ നിലവിൽ ഗിവ് എടുത്തിട്ടുണ്ടെങ്കിൽ സാമ്പിൾ മാത്രമേ ഉള്ളൂ. നമ്മളൊരു പ്രീമിയം വണ്ടിയാണ് നമ്മൾ അടുത്തേക്ക്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻസ്റ്റഗ്രാം ആരെങ്കിലും ഇനി ഫോളോ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിലൊക്കെ ഫോളോ ചെയ്ത് വെച്ചോളി. നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. നല്ല നല്ല ബെനിഫിറ്റുള്ള സംഗതികൾ ഇനിയും വരും. പിന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റുകളായിട്ട് വേറെ ഉണ്ടാവും. പിന്നെ ഇവരുടെ ഡെലിവറി എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാൻഡ് ഡെലിവറി ആയിരിക്കും. ഇവിടെ നമ്മൾ ഏതൊരു വണ്ടി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ആ ഒരു ഡെലിവറി തന്നെ പ്രത്യേക പുതിയ വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് പ്രീമിയം ഡെലിവറി ആയിരിക്കും. നല്ല പൂത്തിരിയൊക്കെ കത്തിച്ച് നല്ലൊരു കേക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ അതുപോലെ നിങ്ങൾക്കൊരു കസ്റ്റമർ നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രോഗ്രാമിനാണെങ്കിൽ അതിനനുസരിച്ച് വലിയ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രാൻഡ് ആക്കി കൊടുക്കൂലേ? ഇവന്റ് സർപ്രൈസ് ആയിക്കോട്ടെ. പ്രത്യേകിച്ച് നമ്മളെ കസ്റ്റമർ വരികയാണെങ്കിൽ നിങ്ങൾ അത് സ്പെഷ്യലായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഒരുപാട് വണ്ടികൾ ബാക്കിലുണ്ട്. വരി നമുക്ക് ഈ യാർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഇതൊന്നല്ല കേട്ടോ, കളക്ഷൻ ഒരുപാടുണ്ട്. പക്ഷെ നമ്മളിത് കുറച്ച് വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. യാർഡിൽ വേറെ വണ്ടികളില്ല. കസ്റ്റമർ എൻക്വയറി ചെയ്യുന്നതിനനുസരിച്ച് വരും. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള വണ്ടികളാണെങ്കിലും ഹോണ്ട സിറ്റി, ഫോർഡ് ഫിഗോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞെടുത്താലോ? MG അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് കിയ ആണെങ്കിൽ എങ്ങനെയാണ് ചോദിക്കുന്നത്? 2019 HTK+ എന്ന മോഡൽ. ഓക്കെ, കിയ സെൽറ്റോസ് അല്ലേ? എത്ര മോഡൽ വരുന്നത് ഇതിന്റെ? HTK+ അല്ലേ? ഇതിന്റെ സൺറൂഫ് വരാത്ത മോഡലാണ്. സൺറൂഫ് വരാത്ത മോഡൽ അല്ലേ? ഓക്കെ, നമുക്ക് 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് നമുക്ക് 995 ആണ് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഫോർഡ് ഫിഗോ അല്ലത്? ഇത് ഫിഗോ പെട്രോൾ അല്ലേ? ഓക്കെ, ഫോർഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ചോദിക്കുന്നത് വണ്ടിക്ക്? ഇത് 2017 പെട്രോൾ, 70,000 കിലോമീറ്റർ, ട്രെൻഡ്. 3.5 ലക്ഷം രൂപ. 3 ലക്ഷം. ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 3 ലാക്ക് വരെ ഫിനാൻസ് 3 ലാക്ക് വരെ കിട്ടും. അത് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ നമുക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ MGയുടെ അത്യാവശ്യം 7 സീറ്റർ ആണോ? അത് MG അല്ല, 5 സീറ്റർ തന്നെയാണ് അത്യാവശ്യം. പക്ഷേ നല്ലൊരു സൈസുള്ള വണ്ടിയല്ലേ? ഓക്കെ, എത്രയാണ് ചോദിക്കുന്നത്? ഇത് 13.5 രൂപ. 13.5. നമുക്ക് മോഡലാണെങ്കിൽ 2019 ഷാർപ്പ് ഏറ്റവും ടോപ്പ്. ഇതിലിപ്പോ റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പറയുന്ന വണ്ടികളുടെ ഇതിലേത് റീപ്ലേസ് ഇല്ലെന്ന് നമ്മൾ എടുത്തു പറയും അല്ലേ? ഓക്കെ, അത് കേട്ടാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ MGന്റെ ആസ്റ്റർ. ഓക്കെ, MGന്റെ ആസ്റ്റർ എത്ര നമുക്ക്? 2023 വണ്ടിയാണ്. ഓക്കെ, വെറും 3,500 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഓക്കെ, 3,500 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. നമുക്കിപ്പോൾ കസ്റ്റമർ വരികയാണെങ്കിൽ ഞാൻ പ്രത്യേകം വീണ്ടും ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മളെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എന്തായാലും ചെയ്തു കൊടുക്കൂലേ? ഉറപ്പല്ലേ? നിങ്ങളെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാം ഫൈനൽ ചെയ്തിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലേ? അങ്ങനെയും പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാവും ചില ആൾക്കാർ. അപ്പോൾ വീഡിയോ കണ്ടു വരുമ്പോൾ ആദ്യം കുറച്ച് കൂട്ടി പറയും, എന്നിട്ട് പിന്നെ കുറച്ച് പറയും. അങ്ങനെ വേണ്ട. നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയം ഉണ്ടല്ലോ, ക്യാഷിൻ്റെ സെറ്റിൽമെൻറ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഫൈനൽ ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് നമ്മളെ വിളിച്ചോളി, നമ്മളത് സെറ്റ് ചെയ്യും. നമ്മളെ നമ്പർ വരത്തുണ്ടാവും, മുമ്പിൽ ഒന്ന് വിളിപ്പിച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഹുണ്ടായി i20 എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? പുതിയ മോഡൽ i20 2023 വണ്ടിയാണ്. 3,800 കിലോമീറ്റർ ഓടി. വെറും 3,800 കിലോമീറ്റർ ഓടിയ i20 ആണിട്ടത്. നല്ല ഉള്ളിലൊക്കെ നല്ല ബ്ലാക്ക്, നല്ല അടിപൊളിയാണ്. ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ ചില വണ്ടികളുടെ ഇന്റീരിയർ ഭാഗങ്ങളൊന്നും കാണിച്ചില്ല. കാരണം ഇതൊരു കാറിൻ്റെ ഒരു റിവ്യൂ പോലെ അല്ലത്. നമ്മളിവിടെ ഈ ഒരു ഡെലിവറി ഉണ്ടായപ്പോൾ നമ്മൾ ഇതുകൂടെ ഇവിടുത്തെ സ്ഥാപനത്തിനെ പറ്റി കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, ഇതാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇത് 9.5 രൂപ. ഫുൾ ഓപ്ഷൻ ആണോ? അത് നല്ലൊരു സ്പോർട്സ് ഓപ്ഷൻ. ഓക്കെ, ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഓക്കെ, അതുപോലെ തന്നെ കിയന്റെ വേറൊരു വണ്ടി, കിയയുടെ IMT ആണ്. സോണറ്റ് IMT. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് 11.95. 11.95. 2022 സൺറൂഫ് ഒക്കെ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ റെനോൾട്ട് ഉള്ളത് എത്ര മോഡൽ? ഇത് 2023. എത്ര ചോദിക്കുന്നത് നമുക്ക്? ഇത് നമുക്ക് 8.5. 12.5 വരുന്ന വണ്ടിയാണ്. 12.5 വരുന്ന വണ്ടിയാണ്. 8.5 നമുക്ക് കൊണ്ടുപോകാനാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയും കൂടിയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ പുറത്ത് തന്നെ ഏകദേശം 10-15 വണ്ടി പുറത്ത് വേറെ കളക്ഷൻ ഉണ്ട്. നമ്മളെ ബാക്ക് യാർഡിൽ വേറെ വണ്ടി. നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. ജസ്റ്റ് ഇവിടെ കുറച്ച് കാറുകൾ മാത്രമേ നമ്മളിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളൂ. അല്ല, സുജിത്ത് എടുക്കുമായിരുന്നു. വരി, കുറച്ച് പുറത്ത് വണ്ടികളുണ്ട്. ഇവിടെയുള്ള വണ്ടികളൊക്കെ ഞങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഓഡി ഉണ്ട്, ഫോർച്യൂണറിന്റെ പഴയ മോഡലും പുതിയ മോഡലും ഇന്നോവകളും അങ്ങനെ ഒരുപാടുണ്ട്. നമ്മളിതൊരു ലെങ്ത് വീഡിയോ ആക്കണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകാം. ഇന്നോവകളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് റേറ്റുകൾ എത്ര സ്റ്റാർട്ടിങ് വരലുണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞിട്ടാണ്?
ഇന്നോവ നമ്മുടെ അടുത്ത് 2015 വണ്ടി ഉണ്ട്. അത് നമുക്ക് 920 വരും നമ്പർ ആക്കിയിട്ട്. അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ബ്ലാക്ക് കളർ. അല്ല, അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ചെറു വണ്ടികൾ ഉണ്ടാവാറുണ്ടോ? അതോ നമ്മളൊരു എന്താ പറയുക 4 lakh അബവ് വണ്ടി, 3.5 4 lakh, അതൊരു സ്വിഫ്റ്റിന്റെ മേലോട്ടുള്ള വണ്ടികളാണ് കൂടുതൽ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിലും നിങ്ങൾ എൻക്വയറി ചെയ്താലും അത് സെറ്റാക്കി കൊടുക്കില്ലേ? റെഡിയാക്കി കൊടുക്കും. കാരണം നമ്മൾ വീഡിയോ കാണുന്നവരുന്ന പല കാറ്റഗറിയിലെ ആളുകളുണ്ടാവും. ക്യാഷ് ഉള്ളവരുണ്ടാവും, ക്യാഷ് കുറച്ച് കുറവുള്ളവരുണ്ടാവും, സാധാരണക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഗിവ് അവേ വെച്ചല്ലോ, നമ്മളിതിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? നമ്മളിതിൻ്റെ മുന്നേ പരിചയമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലും ഹാപ്പിയാണ്. നമ്മൾ ഇനിയും ഇതുപോലെ സംഗതികൾ വരാൻ പോകുന്നുണ്ട്. അതായത് ഒന്നും പ്രതീക്ഷയില്ല, അതിന് കൂടുതൽ കിട്ടി. നമ്മൾ ഒരിക്കലും ഒരു ഫോളോവേഴ്സിൻ്റെ കൗണ്ടോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്തത്. പക്ഷേ അത്രയും സപ്പോർട്ട്, ഷെയർ ആണെങ്കിലും ലൈക്ക് ആണെങ്കിലും വ്യൂസ് ആണെങ്കിലും ഒക്കെ ഉണ്ട്. മഴയാണ്, ഉള്ളിലേക്ക് ഇറങ്ങും. നമ്മൾ വന്നപ്പോൾ തന്നെ മഴയാണ്. നല്ല കാലാവസ്ഥയാണ് അല്ലേ? നല്ല ചൂടൊക്കെ കുറഞ്ഞ നല്ലൊരു കാലാവസ്ഥ ആയിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ പോസ്റ്റ് ലിങ്കിലേക്ക് വരാം. നമ്മളെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താലേ. നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ നിൽക്കുന്നത്? മലപ്പുറം റൂട്ടില് വെള്ളാമ്പുറം, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മളെ കൊണ്ടോട്ടി ഏരിയയിലെ വെള്ളുവമ്പുറം എന്നൊക്കെ അറിയാം അല്ലേ? അത്താണിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത്. അതായത് ഏത് വിഷയം നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി. കൂടുതൽ വിവരങ്ങൾക്ക് ഒരുപാട് അതെ. പിന്നെ ഇവരൊരു കാറ് ഫ്രീ ആയിട്ട് കൊടുത്താൽ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു കാറ് പുതിയത് വാങ്ങണമെന്നുണ്ടെങ്കിലും പ്രൈസിൽ എന്തായാലും നിങ്ങൾക്ക് വലിയ നല്ലൊരു നെഗോഷ്യബിൾ എന്തായാലും ചെയ്തു തരും. അതിലും നിങ്ങൾ പേടിക്കണ്ട. പിന്നെ പ്രത്യേകം നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് പറയണം കേട്ടോ. അപ്പോൾ നേരെ നമ്മളെ പോസ്റ്റ് ലിങ്കിലേക്ക് നിങ്ങൾക്ക് വരാം. നമ്മുടെ വെള്ളാമ്പുറം അത്താണിക്കലുള്ളത്. ഒരു കാർ അവിടെ നിന്ന് റിവേഴ്സിക്ക് ഉണ്ട്. ഡെലിവറിക്കുള്ള തോന്നുന്നുണ്ട് അല്ലേ? ഇന്ന് ഏതെങ്കിലും ഡെലിവറി നടക്കാണ്ടോ? ഇന്ന് 3 ഡെലിവറി. അപ്പോൾ 6 മാസമല്ലേ? മിക്കവാറും ഒരു മാസം കൊണ്ട് തന്നെ 100 അതിൽ മേലെ കിടക്കും. നിങ്ങൾക്ക് നല്ല നല്ല ഉയർച്ചകളിലേക്ക് എത്തണ്ടേ? നല്ല നല്ല വണ്ടികൾ ഇതുപോലെ നമ്മൾക്ക് പ്രേക്ഷകർ അല്ലെങ്കിൽ സാധാരണക്കാരെയും കൂടി പരിഗണിച്ചിട്ട് ഗിവ് അവേ കാര്യങ്ങളൊക്കെ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ നല്ല നല്ല രീതിയിൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തും. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ കഴിവുകളും സന്തോഷം ഉണ്ടാവട്ടെ. അതെ. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പോൾ എടാ മോനെ ഹാപ്പി അല്ലേ വെക്കില്ലേ? അതുപോലെ തന്നെ ഇവരെല്ലാവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. നിങ്ങളും ഹാപ്പി ആവട്ടെ. ഇനിയും നിങ്ങളെ ഹാപ്പി ആക്കാനുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ കൊണ്ടുവരും. അടുത്ത ആഴ്ച പറഞ്ഞോളി മറക്കണ്ട. അതെ, ഒരു സസ്പെൻസ് സംഗതി ഉണ്ട്. അടുത്ത ആഴ്ച ജൂൺ 1 to ജൂൺ 10 വരെ നമ്മളൊരു വണ്ടികൾക്ക് മൊത്തം ഓഫർ റേറ്റ് ഉണ്ട്. കുറച്ച് വണ്ടികൾ സെലക്റ്റഡ് ആയിട്ട് എടുത്തിട്ട് റേറ്റ് പൊട്ടിക്കാൻ പോവാണ്. റേറ്റ് കുറച്ച് നമ്മൾ മാക്സിമം ഒരു 10 ദിവസത്തിനുള്ളിൽ ലാഭം ഒഴിവാക്കുക. ലാഭം മാക്സിമം കുറച്ചിട്ട് നമുക്ക് കസ്റ്റമർ കൊടുക്കാനാണത്. അപ്പോൾ എന്തായാലും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കാം. ഓക്കെ, നമ്മൾ ഇനിയുള്ള ഒരുപാട് ഗിവ് അവേ നമ്മൾ പൾവറിന്റെ ചാനലിൽ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരുപാട് ഗിവ് അവേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാം ഫോളോ ചെയ്ത് കൃത്യമായി വെക്കുക. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ വളർത്തിയ നിങ്ങൾക്ക് ഒരുപാട് നന്ദി. നമ്മളെ ഇനി എത്രത്തോളം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നോ അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഇതുവരെ വീഡിയോ വെയിറ്റ് ചെയ്തതിൽ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് പോകാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി, ബെല്ലൈക്കൺ വർത്തിക്കോളി. അതുപോലെ തന്നെ പോസ്റ്റ് ലിങ്കിൻ്റെ ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കൂടിയോളി. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഡെലിവറിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണമെന്നുണ്ട്. അതായത് നമ്മൾ ഹോം ഡെലിവറി ഉണ്ട് അല്ലേ? ഹോം ഡെലിവറി നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അത് എങ്ങനെയാണ്? അതായത് ബർത്ത്ഡേ പ്രോഗ്രാമോ അല്ലെങ്കിൽ കല്യാണമോ അല്ലെങ്കിൽ ഉമ്മാക്ക് ഗിഫ്റ്റ് എടുക്കാനോ ഉപ്പാക്ക് ഗിഫ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ബ്രദറിന് ഗിഫ്റ്റ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് ഹോം ഡെലിവറി ആയിട്ട് ചെയ്തു തരും. അതും നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അവിടെ ഗ്രാൻഡ് ആയിട്ട് ചെയ്യും. ഹോം ഡെലിവറി മാത്രമല്ല, നിങ്ങൾക്ക് നേരിട്ട് എത്താൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ വീഡിയോ കോളിലൂടെയും എങ്ങനെ നമ്മൾ വണ്ടി ഫുൾ റൗണ്ട് വീഡിയോ കാര്യങ്ങൾ നോക്കിയിട്ട് എടുക്കാം. സ്റ്റാർട്ട് ചെയ്യാനും എല്ലാം ചെയ്തു കൊടുക്കാം. വീഡിയോയിൽ ഓൺലൈനിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അത് പോരാതെ നമുക്ക് ഒരു 90% ലോൺ സൗകര്യം നമ്മൾ എല്ലാ വണ്ടിക്കും ചെയ്തു കൊടുക്കും. അതായത് 1 ലക്ഷം രൂപ ആ ലെവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വണ്ടി എല്ലാ വണ്ടിയും ഏകദേശം ഇറക്കി കൊണ്ടുപോകാം. ഇവിടെയുള്ള എല്ലാ വണ്ടിയും വേണമെങ്കിൽ 1 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. ഓക്കെ, കൂടാതെ ഒരു സ്പെഷ്യൽ സംഗതി കൂടി ഉണ്ട്. അതായത് ഇവിടെ ഓൾ കേരള മാത്രമല്ല, ഓൾ ഇന്ത്യ വരെ, ഓൾ ഇന്ത്യ വേണമെങ്കിൽ ഡെലിവറി ചെയ്ത് തരും. നിങ്ങളെ വീട്ടിലേക്ക് വേണമെങ്കിൽ എത്തിച്ചേരും. നിങ്ങൾ ചിലപ്പോൾ ഈ കസ്റ്റമർ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വണ്ടിയൊക്കെ നോക്കി ഓക്കെ ആയി നിങ്ങൾക്ക് ഓടിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വരെ എത്തിച്ച് തരും അല്ലേ? നമ്മുടെ അടുത്ത് എല്ലാ പ്രീമിയം കാറുകളും ഉണ്ട്. ഇനിയും ഇതുപോലെ പ്രീമിയം നല്ല കാറുകൾ ഇവിടെ വരട്ടെ. നമ്മൾ ക്വാളിറ്റിയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കാര്യം. എല്ലാ വണ്ടിയും നമ്മൾ ക്വാളിറ്റിയുടെ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കൂലേ? എങ്ങനെ നമ്മൾ ഷോറൂം കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ സാധാരണ നമ്മളൊരു ഷോറൂമിൽ പോവുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ വണ്ടി നോക്കുകയാണെങ്കിൽ ചില ഷോറൂമിലൊക്കെ നമുക്ക് പൊതുവെ ഫീൽ ചെയ്യാറുണ്ട്, അതായത് നമ്മളൊരു കസ്റ്റമർ മെയിൻ ചെയ്യാത്ത രീതി, നോക്കാത്ത രീതി. ഒരിക്കലും പോസ്റ്റിലിംഗ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മൾ അറിയാനുള്ള. മറ്റൊരു കാര്യം, നമ്മൾ ജൂൺ 1 മുതൽ ജൂൺ 10 വരെ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോൾബറിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കൂടുതൽ ഡിസ്കൗണ്ടും പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. അത് വെറും വാക്കല്ല, നിങ്ങളെല്ലാ ബില്ലും കഴിഞ്ഞ് കറക്റ്റായിട്ട് എനിക്കൊന്ന് പേരോട് വിളിക്കാൻ മതി, നിങ്ങൾ സെറ്റാക്കിയോണ്ട്. അത് വീഡിയോ കണ്ടുവരികയാണ് നിങ്ങൾ ആദ്യം പറയാൻ വേണ്ട, എന്നാൽ പോരെ. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.